ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാൻ വേണ്ടി രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ് കയറിയത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീഫൊക്കെ ഇന്നലെ തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ക്രേവിങ്സ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂടുള്ള കട്ടൻ ചായയിൽ ഒരു ഏലക്കായൊക്കെ ഇട്ട് കുടിക്കുമ്പോഴൊരു സുഖം അത് വേറെ തന്നെ അല്ലേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നെയ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയിൽ കുറച്ച് ഉപ്പും നല്ല ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമ്മൾ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഞാൻ അങ്ങോട്ടാണ് നേരെ പോയതെന്നറിയോ. എൻ്റെ വീട്ടിൻ്റെ വർക്ക് ഏരിയൻ്റെ ബാക്കിൽ വലിയൊരു പാടം നീണ്ടു നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് വരുന്ന കാറ്റും ആ പച്ചപ്പൊക്കെ കണ്ട് ചായ കുടിക്കാൻ ഭയങ്കര രസമാണ് രാവിലെ തന്നെ. ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. സമയത്ത് തന്നെ 6 മണിയായി. ഇനിയും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. സോ ഞാൻ എൻ്റെ ബാക്ക് ടു വർക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി കിച്ചണിലേക്ക്. ഇവിടെ ഒരാൾക്ക് നെയ്പത്തിരിൻ്റെയും ബീഫ് കറീൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ പുത്രനാണ്. അവന് ഇതുണ്ടായി കഴിഞ്ഞാൽ കുറേ കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഈ മസാലക്കൂട്ടെല്ലാം ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അധികം കുഴയ്ക്കും പരത്തോ ഒന്നും വേണ്ടല്ലോ. ജസ്റ്റ് പ്രസ്സിൽ അമർത്തിയിട്ട് ഒരു ബൗളുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ അത് വേഗം കഴിയുന്നൊരു വർക്കാണ്. രാവിലെ തന്നെ പാടത്ത് കുറേ കൊക്കുകളും കാക്കകളും കിളികളും അണ്ണാന്മാരും ഒക്കെ വരും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ കുറേ ബ്രെഡും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല രസമാണ് രാവിലെ തന്നെ അവരെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് വിളിച്ച് സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.